പ്രഭാഷകൻ 28:12. ഊതിയാൽ ജ്വലിക്കും, തുപ്പിയാൽ കെട്ടുപോകും, രണ്ടും ഒരേ വായിൽ നിന്ന് വരുന്നു. തന്റെ സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടും സകലരെയും ജ്വലിപ്പിച്ചൊരു വിശുദ്ധൻ, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി. തന്നാൽ തന്റെ കടബാധ്യത വീട്ടിൽ തീർക്കാനാവില്ല എന്ന ബോധ്യമുള്ളവൻ എപ്പോഴും അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, അത് തീർത്തുകൊണ്ടേയിരിക്കും. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ തന്റെ കടബാധ്യത ദൈവസന്നിധിയിൽ തീർത്തുകൊണ്ടിരുന്ന മറ്റൊരു മനുഷ്യനുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും, ഒരു കാലഘട്ടം മുഴുവനും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്നത് വെറും ഒരു കരച്ചിൽ മാത്രമായിരുന്നു എന്ന, ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്നുള്ളൊരു ദീനരോധനം. അതോടൊപ്പം ഞാൻ എങ്ങനെയാകണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവോ അതുപോലെ ജീവിക്കാനുള്ള ദൈവിക പ്രസാദവും എനിക്ക് തരണേ എന്നുള്ള ഒരു യാചനയും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വിശുദ്ധന്റെ പ്രാർത്ഥനയിൽ ഉൾച്ചേരാം.